ദാമ്പത്യം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 3. ദേവി. അത്താഴവും കഴിച്ചു കഴിഞ്ഞ് തത്തയുടെ കയ്യും പിടിച്ചുകൊണ്ട് കാവുമ്പാട്ടെ വീടിൻ്റെ ഉമ്മറത്ത് നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വിശ്വംഭരൻ അവളെ പിന്നിൽ നിന്നും വിളിച്ചത്. സാർ. അവളുടെ വിളിയിൽ ദേവിയുടെ കാലുകൾ നിശ്ചലമായി. അവൾ ഭവ്യതയോടെ വിശ്വത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നു. സുധീഷിൽ നിന്നുമുള്ള ഡിവോഴ്സ് കിട്ടുന്നതിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ എൻ്റെ പേഴ്സണൽ ലോയറിനോട് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ദേവികയ്ക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അയാളോട് സംസാരിക്കാം. വിശ്വം പറഞ്ഞതും അവൾ സമ്മതത്തോടു കൂടി തലയാട്ടി. പിന്നെ സ്വന്തം വീട്ടുകാർ പോലും കൂടെ ഇല്ലെന്നോർത്ത് വിഷമിക്കരുത്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അവൾ ബഹുമാനത്തോടെ വിശ്വത്തിൻ്റെ നേർക്ക് കൈകൾ കൂപ്പി. എന്താ കുട്ടി ഇത്? കൈ കൂപ്പേണ്ട കാര്യമെന്താ? എൻ്റെ നീലുവിനെ കാണുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ നിന്നെയും കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നന്ദി പറച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ കരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് രാധമ്മ അവളുടെ തോളിൽ തട്ടി സമാശ്വസിപ്പിച്ചു. ദേവി മറുപടിയായി കണ്ണീരിൽ കുതിർന്നൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു. പിന്നെ ആദിമോൻ നിങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലായിരുന്നു ഇത്രയും നാളും താമസിച്ചു കൊണ്ടിരുന്നത്. അവൻ്റേതായിട്ടുള്ള സാധനങ്ങൾ മുറിയിൽ കണ്ടാൽ ഒന്നെടുത്ത് മാറ്റി വെച്ചേക്ക് കേട്ടോ. ഇനി വല്ലതും കാണാതെ പോയാൽ അത് മതി ആ ചെക്കന് ഹാളിളകാൻ. വിശ്വം ദേവിയുടെ അരികിൽ നിൽക്കുന്ന തത്തയുടെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു വിട്ടിട്ട് പറഞ്ഞു. അതിനും ദേവി തലയാട്ടിക്കൊണ്ട് നിന്നത് മാത്രമേയുള്ളൂ. ആദിയുടെ വീട്ടിലേക്കുള്ള പോക്കും വരവും ഒക്കെ പാതിരാത്രിക്കോ വെളുപ്പാങ്കാലത്തോ ഒക്കെ ആയിരിക്കും ദേവി. ഞങ്ങളെ ആ സമയം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്താവും ആൾ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയത്. നീലു ഇടയിൽ കയറി പറഞ്ഞു. ഞങ്ങളവിടെ താമസിക്കുന്നതിന് ആ മഹർഷി എങ്ങാനും വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ? അതേസമയം ദേവികയുടെ മനസ്സിലെ ചിന്തകൾ പോയത് അങ്ങനെയായിരുന്നു. അവനും കൂടെ സമ്മതിച്ചിട്ടാണ് മോൾക്ക് ആ വീട് വാടകയ്ക്ക് തന്നത്. ദേവി അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവളുടെ മനസ്സറിഞ്ഞെന്ന വണ്ണം വിശ്വം പറയുമ്പോൾ ദേവികയിൽ വല്ലാത്തൊരു അതിശയം നിറഞ്ഞു. ഇദ്ദേഹം വല്ല മെൻ്റലിസ്റ്റും ആണോ എന്നാണ് അവൾക്കപ്പോൾ തോന്നിയത്. എങ്കിൽ പൊയ്ക്കോളൂ, നേരം ഒരുപാടായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ. രാധമ്മ കരുതലോടെ പറഞ്ഞതും ദേവി മകളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ബൈ മുത്തശ്ശ, ബൈ മുത്തശ്ശി, ബൈ നീലു ആൻറ്റി. സിറ്റൗട്ടിൽ നിൽക്കുന്ന വിശ്വത്തിനോടും രാധമ്മയോടും നീലിമയോടും യാത്ര പറഞ്ഞിട്ടാണ് തത്ത അമ്മയോടൊപ്പം അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ദേവിയും തത്തയും ഗസ്റ്റ് ഹൗസിൽ സിറ്റൗട്ടിലേക്ക് കയറുന്നിടം വരെ ആ മൂവരും അവിടെ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മേ. ഉറങ്ങാനായി കട്ടിലിൽ കയറി കിടന്നിട്ടും തത്ത ഓരോന്നും ദേവിയോട് ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താടി കുറുമ്പി? മകളുടെ നിറയിൽ ഒന്ന് മുത്തിയിട്ട് അവളെ ചേർത്ത് പിടിച്ചു ദേവി. പെണ്ണിന് ഒരേ കാര്യം ഒരു 100 പ്രാവശ്യം ചോദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ദേവി ആകെപ്പാടെ വലഞ്ഞു പോയിരുന്നു. അമ്മേ, ഡോഗ് എന്താ പറക്കാത്തെ? തത്ത വീണ്ടും അതേ സംശയം തന്നെ ചോദിച്ചു. കിടന്നപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണിത്. ഉത്തരം പറഞ്ഞ് ദേവിയും മടുത്തുപോയിരുന്നു. എൻ്റെ തത്തേ, നിനക്കൊന്ന് ഇനിയേലും കിടന്നുറങ്ങിക്കൂടെ? നാളെ നിനക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ? ഇങ്ങനെ ഉറക്കളച്ചിരുന്നാൽ നാളെ നീ ക്ലാസ്സിൽ പോയിരുന്ന് ഉറക്കം തോന്നും. ഒടുവിൽ ഗതി കേട്ട് ദേവി അവളെ ശാസിച്ചു. അപ്പോഴേക്കും പെണ്ണ് അവളിൽ നിന്നും തിരിഞ്ഞ് കണ്ണും പൂട്ടി കിടന്നു കഴിഞ്ഞിരുന്നു. ഒട്ടൊരു പരിഭവത്തോടെ ദേവി പതിയെ അവളുടെ തുടയിൽ പതിയെ കൊട്ടിക്കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ മുടിയൊന്ന് വാരി കെട്ടിവെച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. ഇന്ന് കാവുമ്പാട്ട് നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഒന്നും വെച്ചുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ നാളെ തൊട്ട് അങ്ങനെയല്ലല്ലോ, അവൾ ചിന്തിച്ചു. ഇനിയും വീടിനുള്ളിൽ കുറച്ചേറെ പണികളുണ്ട്.
കൊണ്ടുവന്ന തുണികളെല്ലാം അലമാരയിൽ അടുക്കി പെറുക്കി വെക്കേണ്ടതുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി താനും നീലുവും കൂടി പോയി വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വെക്കേണ്ടതുണ്ട്. നാളത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായി വാങ്ങിയ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണം. അടുക്കളയിലേക്ക് വാങ്ങിയ അത്യാവശ്യ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം വൈകുന്നേരത്തോടെ അടുക്കി വെച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. അല്ലെങ്കിൽ അതും കൂടി ഇപ്പോൾ ചെയ്യേണ്ടി വന്നേനെ. ഫുള്ളി ഫർണിഷ്ഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ടെന്നുള്ളത് തനിക്ക് വലിയ ആശ്വാസമാണ്. പലതും ആലോചിച്ചുകൊണ്ട് അവൾ പണികളെല്ലാം ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ കട്ടിലിനടിയിൽ നിന്ന് കിട്ടിയ മദ്യക്കുപ്പികളെല്ലാം ഒരു വലിയ സഞ്ചിയിലാക്കി പുറത്തെ വാർക്കേരിയയിലേക്ക് അവൾ തള്ളി. ഈശ്വര, ഈ മഹർഷി ഒരു മുഴുക്കുടിയനാണെന്നാ തോന്നുന്നത്. ഇത്രയൊക്കെ വലിച്ചു കയറ്റിയിട്ടും അങ്ങേരുടെ ലിവർ ഒന്നും അടിച്ചു പോകാഞ്ഞത് ഭാഗ്യം. അവൾ അതും പിറുപിറുത്തുകൊണ്ടാണ് പിന്നീട് അടുക്കളയിലേക്ക് നടന്നത്. പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഒന്നും കൂടി തൂത്ത് വൃത്തിയാക്കി അടുക്കള ഒന്നൊതുക്കി വെച്ചിട്ടാണ് അവൾ പുറത്തേക്ക് വന്നത് തന്നെ. ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 ബെഡ്റൂമുകളിലെയും ഹാളിലെയും പണികൾ തീർത്താൽ മതിയല്ലോ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് അതാത് കബോർഡുകളിലേക്ക് മാറ്റി. തന്നെയും മോളുടെയും തുണികളെല്ലാം ബാഗിൽ നിന്നും എടുത്ത് ബെഡ്റൂമിലെ കബോർഡിലേക്ക് മടക്കി മടക്കി വെച്ചു. അതിനുള്ളിൽ ഇരുന്ന മഹർഷിയുടെ തുണികളും കാര്യങ്ങളുമെല്ലാം തൊട്ടടുത്ത മുറിയിലെ കബോർഡിലേക്ക് എടുത്തു വെച്ചു. ഒടുവിൽ വീട് മുഴുവനും ഒന്നും കൂടി തൂത്തു തുടച്ച് വൃത്തിയാക്കി വെച്ചപ്പോഴേക്കും സമയം വെളുപ്പിന് 2:30 കഴിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ശരീരം മുഷിഞ്ഞതിനാൽ നേരെ കുളിമുറിയിലേക്ക് കയറി അവൾ ഒരു കുളിയും പാസാക്കി. ഹോ, എൻ്റെ നടുവിൻ്റെ പണി തീർന്നെന്നാ തോന്നുന്നേ. അതും മനസ്സിൽ പിറുപിറുത്തുകൊണ്ടാണ് ദേവി കട്ടിലിലേക്ക് അമർന്നത് തന്നെ. അരികിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറുകയിലായി ഒരു ഉമ്മ കൊടുത്തിട്ട് അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. തൻ്റെ മകൾ. അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു. ഇനി ഇവളാണ് തൻ്റെ ജീവിതം. ഇവളെ പൊന്നുപോലെ വളർത്തണം, പഠിപ്പിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കണം. ദേവിയുടെ മനസ്സ് നാളുകളിലേക്ക് സ്വപ്നം കണ്ടു. അവൾ കുഞ്ഞിൻ്റെ ഉണ്ടക്കവിളിൽ അരുമയായി ഒന്ന് തഴുകി. അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ കണ്ടപ്പോഴേക്കും ഫാനിൻ്റെ സ്പീഡ് ഒന്നും കൂടി കൂട്ടി വെച്ചു കൊടുത്തു. പാവം എൻ്റെ മോള്. എന്നോട് ക്ഷമിക്കു കുഞ്ഞെ. ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് ഈ ജന്മം സാധിക്കില്ലല്ലോ. ഓർമ്മകൾ അവളെ പൊള്ളിച്ചപ്പോൾ ദേവി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇവിടെ തൻ്റെ തെറ്റെന്താണ്? അവൾ ഗഹനമായി ആലോചിച്ചു. സുധിയുടെ വീട്ടിൽ ഒരു വേലക്കാരിയെപ്പോലെ താൻ പണിയെടുത്തതോ? ജോലി ചെയ്യുന്ന കാശ് മുഴുവനും ഒരു ചില്ലി കാശ് പോലും എടുക്കാതെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് മാസാമാസം വെച്ചു കൊടുത്തതോ? അയാളുടെ ഭ്രാന്ത് പിടിച്ച ശാരീരിക ആവശ്യത്തിന് വേണ്ടി ഇഷ്ടാനുസരണം കിടന്നു കൊടുത്തതോ? സുധിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും നാത്തൂൻ്റെയും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് ഒരടിമയെപ്പോലെ അവരുടെ കാൽ കീഴിൽ കിടന്നു കൊടുത്തതോ? ഒടുവിൽ തനിക്കെന്താണ് സംഭവിച്ചത്? ദേവി സ്വയം വിശകലനം നടത്തി. സ്വന്തം വീട്ടുകാർക്ക് പോലും താനൊരു ഭാരമായി. അവർ പോലും തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നി. കെട്ടിക്കേറുന്ന വീട്ടിൽ അങ്ങനെയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സുധിയുടെ ഇഷ്ടത്തിന് നീ ജീവിക്കണം. അവിടുത്തെ അച്ഛനും അമ്മയും പറയുന്നൊക്കെ കേൾക്കണം. ഭർത്താവിൽ നിന്നും അനുഭവിക്കുന്ന ശാരീരിക മർദ്ദനങ്ങളും ലൈംഗിക പീഡനങ്ങളും ഒക്കെ ഗതികേട് കൊണ്ട് സ്വന്തം പെറ്റമ്മയോട് പറയുമ്പോൾ അവർ പറയുന്ന വാചകങ്ങളാണ് അവളെ ഒന്നും കൂടി വേദനിപ്പിച്ചത്. തൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടുള്ള അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണോ, അതോ മകളായ താൻ സ്വന്തം മകനൊരു ബാധ്യതയാവും എന്നുള്ള ഭയം കൊണ്ടാണോ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ മാറ്റി നിർത്തിയെന്നുള്ളത് തനിക്കിന്നും അവ്യക്തമാണ്. അപ്പോഴും താൻ ആ വീട്ടിൽ സഹിച്ചു കിടന്നു. പക്ഷേ തൻ്റെ മകളെ പോലും അയാൾ കാമക്കണ്ണുകൊണ്ടാണ് നോക്കി തുടങ്ങിയപ്പോഴാണ് എന്നിലെ നിസ്സഹായയായ സ്ത്രീ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റത്. സ്വന്തം കുഞ്ഞിനെ
പിച്ചി ചീന്തി എറിയുവാൻ ഏതമ്മയാണ് കൂട്ടുനിൽക്കുക? സ്വന്തം ചോരയിൽ പിറന്ന മകളല്ലേ അവൾ. മകൾക്ക് കരുതലാവേണ്ട അച്ഛൻ തന്നെ അവൾക്ക് പേടിസ്വപ്നമായെങ്കിലുള്ള അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും. ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ എപ്പോഴോ കണ്ണുകൾ അടച്ചുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം പേടിയില്ലാതെ ദേവി കിടന്നുറങ്ങി. ആദി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് കാവുമ്പാട്ട് ഫ്ലാറ്റിൻ്റെ മുറിയിലെ ബെഡ്റൂമിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അടുത്ത് കിടക്കുന്ന ജിത്തുവിനെ കണ്ടതും അവനെ തട്ടി വിളിക്കുവാൻ തുടങ്ങി. എടാ ജിത്തു, ഞാൻ വീട്ടിൽ പോണം. ടേബിളിന് മുകളിൽ ഇരിക്കുന്ന കാറിൻ്റെ കീ കയ്യിലേക്കെടുത്തുകൊണ്ട് അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. മദ്യപിച്ചതിനാൽ കുഴഞ്ഞിരുന്നു അവൻ്റെ ശബ്ദം. കാലുകൾ മുന്നോട്ടേക്ക് നീക്കുമ്പോൾ അവൻ ബാലൻസ് തെറ്റി വശങ്ങളിലേക്ക് ആഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ജിത്തു ഇതൊന്നും അറിയുന്നില്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഫ്ലാറ്റിൻ്റെ മുൻവാതിൽ തുറന്ന് ആദി കോറിഡോറിലേക്ക് ഇറങ്ങി. ഒരു വിധത്തിൽ ലിഫ്റ്റ് കണ്ടുപിടിച്ച് അതിലേക്ക് കയറി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവൻ എത്തിച്ചേർന്നു. സാറിപ്പോൾ എങ്ങോട്ടേക്കാ? ആദിയുടെ ആടിയുള്ള നടപ്പ് കണ്ടപ്പോഴേക്കും അവിടെ ഇരുന്ന സെക്യൂരിറ്റിയിൽ ഒരാൾ അവൻ അരികിലേക്ക് ഓടിച്ചെന്നിരുന്നു. ഞാൻ വീട്ടിൽ പോവുക. അവൻ്റെ നാവ് കുഴങ്ങി. സാറിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. നേരം പുലരുമ്പോൾ പോയാൽ പോരെ? അയാൾ അപ്പോഴും ഭവ്യതയോടെയാണ് സംസാരിച്ചത്. വേണ്ട, എനിക്കിപ്പോൾ തന്നെ പോണം. അവൻ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. സാറേ, വഴിയിൽ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പോകാതെ ഇരിക്കുന്നതാ നല്ലത്. അയാൾ ആദിയുടെ മുൻപിൽ ചെന്ന് നിന്ന് കെഞ്ചി. ഇല്ലടോ, എനിക്ക് പോണം. എൻ്റെ വീട്ടിൽ ചെന്ന് കിടന്നാലേ എനിക്കിന്ന് ഉറക്കം വരൂ. അവൻ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടു. എങ്കിൽ സാറ് ആ കീ ഇങ്ങിതാ, ഞാൻ കൊണ്ടുവിടാം. അയാൾ കൈനീട്ടിയതും ആദി അവൻ്റെ കയ്യിലിരുന്ന താക്കോൽ സെക്യൂരിറ്റിയുടെ നേർക്ക് നീട്ടി. സെക്യൂരിറ്റി അപ്പോൾ തന്നെ പാർക്കിങ്ങിൽ കിടന്ന ആദിയുടെ കാർ എടുത്തുകൊണ്ട് വന്നു. ശേഷം പിൻ ഡോർ തുറന്ന് അവനെ പിടിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തി. ഏകദേശം 15 മിനിറ്റോളം എടുത്തു ആ വണ്ടി കാവുമ്പാട്ടെ തറവാടിൻ്റെ വീടിന് മുൻപിൽ ചെല്ലുവാനായി. സാർ, വീടെത്തി. വീടിന് മുൻപിലുള്ള സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തതും അയാൾ കാറ് അകത്തേക്ക് കയറ്റി പതിവ് പോലെ ഗസ്റ്റ് ഹൗസിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. താങ്ക്സ് ഡോ. അവൻ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ നിന്നും ഇറങ്ങി. സാർ, ഞാൻ പിടിക്കണോ? അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ചോദിച്ചു. വേണ്ടടോ, ഞാൻ നടന്നോളാം. ആദി ഗസ്റ്റ് ഹൗസിൻ്റെ ഉമ്മറത്തേക്ക് കയറുന്നത് കണ്ടിട്ടാണ് സെക്യൂരിറ്റി അവിടെ നിന്നും പുറത്തേക്ക് പോയത്. അവൻ ഗസ്റ്റ് ഹൗസിൻ്റെ വാതിൽ ഉള്ളിലേക്ക് തുറക്കുവാൻ ശ്രമിച്ചു. ഷടാ, ഇതാരാ പൂട്ടിയേ? ഇത് ഞാൻ പൂട്ടിയിടാറുള്ളതല്ലല്ലോ. ദേവിക്ക് ആ വാടകയ്ക്ക് കൊടുത്തു എന്നുള്ള കാര്യം അവൻ മദ്യത്തിൻ്റെ ലഹരിയിൽ മറന്നുപോയിരുന്നു. ആരാടാ എൻ്റെ വീടിനകത്ത് കയറിയിരിക്കുന്നേ? അവൻ ദേഷ്യത്തോടെ കോളിംഗ് ബെൽ അടിച്ചു.